ശരിക്കും ഈ ഒമാനിൽ ഉള്ളവർക്ക് ഇഷ്ടം പോലെ മീൻ കിട്ടും കേട്ടോ. അതും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ. ചുറ്റിനും കടലായതുകൊണ്ട് തന്നെ ഡെയിലി വെറൈറ്റി മീനുകളായിരിക്കും എല്ലാവർക്കും കിട്ടുന്നത്. പിന്നെ ഈ മത്തി കിട്ടുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ്, പ്രത്യേകിച്ചും മലയാളികൾക്ക്. നമ്മൾ യൂഷ്വലി ആവറേജ് ഒരു മലയാളി വീട്ടിൽ ഒരു ഒഴിച്ചുകറിയും ഒരു തോരനും അല്ലെങ്കിൽ ഒരു മീൻ വറുത്തതോ അല്ലെങ്കിൽ മീൻ കറിയോ ഒക്കെ ആയിരിക്കും അല്ലേ. മോസ്റ്റ്ലി അങ്ങനെ ആയിരിക്കും. പിന്നെ ഈ മത്തിയൊക്കെ വറുത്തതോ അല്ലെങ്കിൽ കറി വെച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക രുചിയുണ്ട് ചോറുണ്ണാൻ വേണ്ടിയിട്ട്. ഇന്ന് എനിക്ക് കിട്ടിയത് ഫ്രഷ് ആയിട്ടുള്ള മത്തിയാണ്, ഒരു മീഡിയം വലിപ്പത്തിലുള്ള മത്തി. എനിക്ക് കത്തിയും കൊണ്ട് മീൻ വെട്ടുന്നതിനെക്കാട്ടിലും ഭയങ്കര ആയിട്ട് ഈസി ആയിട്ട് തോന്നിയിരിക്കുന്ന കത്രികയും കൊണ്ട് മീൻ വെട്ടുന്നത്. അതും ചെറിയ മീനൊക്കെ കേട്ടോ. ചെറിയ മീനൊക്കെ ആണെങ്കിൽ നമുക്ക് കത്രിക കൊണ്ട് വെട്ടിയെടുക്കാം, മത്തി, അയല അങ്ങനെയുള്ള മീനുകളൊക്കെ. പിന്നെ കത്രിക കൊണ്ട് വെട്ടുന്നത് സേഫുമാണ്, കൈയൊന്നും മുറിയാതിരിക്കും അങ്ങനെ. പിന്നെ അധിക സമയമൊന്നും എടുക്കത്തില്ല കത്രികയും കൊണ്ട് മീൻ വെട്ടിയാൽ. ഈ മീൻകറി ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മീൻകറിയാണേ. കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് തേങ്ങ നന്നായിട്ട് അരപ്പുണ്ടാക്കി, പിന്നെ അതിലേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ ഉപ്പും കൂടി ഇട്ടു. ഇനി അതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുടംപുളിയും കൂടി ഇട്ട് കൊടുത്തു. സാധാരണ നമ്മൾ മുളക് കറിയൊക്കെ വെക്കുമ്പം നമ്മൾ മുളക് പൊടിയൊക്കെ മൂപ്പിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചതിന് ശേഷം മാത്രമാണ് മീൻ ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ ഈ മീൻ കറിക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ അരപ്പിൻ്റെ കൂടെ തന്നെ നമുക്ക് മീനും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഈ മീൻ കറിക്കൊരു സ്മെല്ലും ഒരു ഫ്ലേവറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മീൻ കറി അധിക സമയമൊന്നും എടുക്കത്തില്ല വേവാൻ വേണ്ടിയിട്ട്, മത്തിയല്ലേ. നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ചെറിയ തീയിൽ വെച്ച് ചാറൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കാം. അങ്ങനെ എളുപ്പത്തിൽ ഈ മീൻ കറി റെഡിയായി. ഇനി ഇതിൻ്റെ കൂടെ ഞാനിന്ന് ഉണ്ടാക്കിയത് ചീര തോരനായിരുന്നു. ചീര എന്ന് പറഞ്ഞാൽ ചുമന്ന ചീരയായിരുന്നു. സാധാരണ ഞങ്ങൾക്ക് ചുമന്ന ചീരയും പച്ചച്ചീരയും ഇവിടെ കിട്ടും. പക്ഷേ ഇച്ചിരിയും കൂടി ടേസ്റ്റ് തോന്നുന്നത് ചുമന്ന ചീരയ്ക്ക് കേട്ടോ. ഇന്നലെ ഞങ്ങളുടെ പച്ചക്കറിക്കാരൻ കൊണ്ടുവന്നപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ വാങ്ങിച്ചതായിരുന്നു. പിന്നെ ഈ ചീരയൊക്കെ നന്നായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ട്, രാവിലെ ഇത് ഉപ്പൊക്കെ ഇട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കേട്ടോ ചീര. ഇതിനകത്ത് എന്തെങ്കിലും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ പോകാനും വിഷാംശം എന്തെങ്കിലും പോകാനും ഒക്കെ. ചെറുതായിട്ട് അരിഞ്ഞ ചീരയിലേക്ക് ചെറിയുള്ളിയല്ല സവാളയും പച്ചമുളകും ചേർത്തു, ഉപ്പും ചേർത്ത് വേവിച്ചിട്ട് കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഇതിനകത്തേക്ക് മിക്സ് ചെയ്തു. അങ്ങനെ ഇന്ന് എളുപ്പത്തിലുള്ള കറികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചീരത്തോരനും മത്തിക്കറിയും പിന്നെ പയറ് മെഴുക്കുവരട്ടിയും. എല്ലാം കൂടെ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത കോമ്പിനേഷൻസാണ്. കാരണം നമുക്ക് ചില ദിവസങ്ങളിലൊക്കെ ഒരുപാട് സമയം അടുക്കളയിലൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് ചിലപ്പോഴൊക്കെ സാധിക്കാതെ വരും. ആ സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റ ബൈ സീ യു. ഇനിയും ഇങ്ങനെയുള്ള ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് എനിക്ക് സമയമുള്ളപ്പോഴൊക്കെ കാണുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ ബൈ.